ഇടുക്കി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ അമർഷം ഇങ്ങനെ പുകയുകയാണ്. പാർട്ടി നേതൃത്വം കോൺഗ്രസിന് അടിയറവ് വെച്ചു എന്ന് ഉന്നതാധികാര സമിതി അംഗം നോബൽ ജോസഫ് പറഞ്ഞു. സീറ്റ് വിട്ടുകൊടുക്കുന്നത് എന്തിനെ എന്ന് ബോധ്യപ്പെടുത്താൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും നോബൽ ആരോപിക്കുന്നു. സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കടുത്ത അസംതൃപ്തിയുണ്ട്. കേരള കോൺഗ്രസിന് ഏറ്റവും സാധ്യത, തൊടുപുഴ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സീറ്റാണ് ഇടുക്കി. ആ ഇടുക്കി സീറ്റ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മളാണ് മത്സരിച്ചത്. അതുകൊണ്ട് ആ സീറ്റ് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഇവിടുന്ന് പാർട്ടിയില് ചെയർമാനെ ഞങ്ങൾ അറിയിച്ച എല്ലാവരും അങ്ങനെയാണ് അറിയിച്ചത്. പക്ഷെ അതിന് വിപരീതമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർക്ക് അത് ശക്തമായ അമർഷമുണ്ട്, ശക്തമായ വികാരമുണ്ട്. പാർട്ടി നേതൃത്വം കോൺഗ്രസിന് അടിയറവ് വെച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോൾ കോൺഗ്രസിന് അടിയറ വെച്ചു, ശക്തമായ വികാരം എന്നൊക്കെയാണ് കേരള കോൺഗ്രസ് പറയുന്നത്. ജെയിൻ എസ് രാജുവിൻ്റെ വിവരങ്ങളുമായി. ജെയിൻ, ഇതൊന്നും പറയേണ്ട സമയമല്ല, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേതാക്കൾ. വി ഡി സതീശൻ അടക്കമുള്ളവർ പറഞ്ഞു മിനിറ്റുകൾ വെച്ച് ഞങ്ങളിത് ആ പ്രശ്നം പരിഹരിക്കും, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് ഇതാ കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം വലിയ അമർഷമുണ്ട്, അടിയറ വെച്ചു കോൺഗ്രസിന് മുന്നിലെന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗൗരവം ഈ നേതാക്കൾക്ക് പോലും മനസ്സിലാവുന്നില്ലേ? തീർച്ചയായിട്ടും അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇടുക്കി എന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു വൈകാരികമായിട്ടുള്ളൊരു മണ്ഡലമാണ്, പ്രത്യേകിച്ച് മലയോര മേഖല, കുടിയേറ്റക്കാരുടെ മണ്ഡലം. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കർഷക പാർട്ടി അവരുടെ സീറ്റ് ഉപേക്ഷിക്കുക എന്നത് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പാർട്ടി നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കും ഒരു വൈകാരിക പ്രശ്നം തന്നെയാണ്. പി ജെ ജോസഫ് ഈ മണ്ഡലം വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണ മനസ്സോടെയാണ് എന്ന് പറയാൻ കഴിയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് പാർട്ടിയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഉന്നതാധികാര സമിതി അംഗം നോബൽ ജോസഫും ഒക്കെയാണ്. ഇവർക്ക് വിജയസാധ്യതയില്ല എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. സ്വാഭാവികമായും ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കുകയാണെങ്കിൽ ഇവരെ വേദനിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാന പ്രതിസന്ധി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് കടുത്ത നിലപാട് സ്വീകരിച്ച് അവിടെ നിൽക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയത്ത് ലോക്സഭാ സീറ്റ് നൽകിയപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു. പക്ഷേ അത് ഈ ഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ ഇതുവരെ കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധി. മറ്റൊരു കാര്യം ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ കോൺഗ്രസിനാണ് വിജയസാധ്യതയുള്ളൂ എന്നാണ് കോൺഗ്രസ് നിലപാട്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ എങ്ങനെ പറയാൻ കഴിയും? ഇതൊരു കൂട്ടുത്തരവാദിത്വമല്ലേ? ആര് സ്ഥാനാർത്ഥിയായി നിന്നാലും വിജയിപ്പിക്കേണ്ടത് UDFിൻ്റെ ചുമതലയല്ലേ എന്നുള്ളതാണ് കേരള കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. ഏതാണ്ട് 5ഓളം പേരാണ് ഇടുക്കിയിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെല്ലാം വലിയ അസംതൃപ്തിയിലാണ്. ഒരുപക്ഷെ ഇവർ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ബഹിഷ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ഇത് സംബന്ധിച്ച് യോഗം ചേരുന്നുണ്ട്. ഒരു കൂട്ടായ തീരുമാനം എടുത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഭാരവാഹിത്വം രാജിവെക്കുന്നത് അടക്കമുള്ള സമ്മർദ്ദങ്ങളിലേക്ക് പോകാനാണ് സാധ്യത. എന്തായാലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമല്ല. പ്രത്യേകിച്ച് തൊടുപുഴയിൽ ആര് മത്സരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പി ജെ ജോസഫാണോ മത്സരിക്കുക അതോ മകനാണോ മത്സരിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല, അല്ലെങ്കിൽ പി ജെ ജോസഫ് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ അത് കൈവിട്ട് കളയേണ്ടി വരുന്നു. സ്വാഭാവികമായും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നുള്ള പരിഹാസമൊക്കെ പ്രവർത്തകർ നേരിടേണ്ടി വരും. അവരുടെ വൈകാരിക പ്രശ്നം വളരെ ഇപ്പോൾ വൈകാരികമായ ഒരു മണ്ഡലമാണ് ഇടുക്കി എന്നതാണ്. അതുകൊണ്ടാണ് അത് വിട്ടുകൊടുക്കാനുള്ള ഒരു വൈമനസ്യം അവർ കാണിക്കുന്നതാണ്. പക്ഷേ വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. പറഞ്ഞതുപോലെ ഒരു കാര്യം ശരിയാണ്, കോൺഗ്രസ് നിന്നാലേ ജയസാധ്യതയുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. ഇതൊരു മുന്നണിയാണ്. അപ്പോൾ ആര് നിന്നാലും ആ മുന്നണി ജയിപ്പിച്ചെടുക്കുക എന്നതാണ് മുന്നണി കെട്ടുറപ്പോടുകൂടി പോകുമ്പോൾ ചെയ്യേണ്ടത്. എന്തായാലും വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഒരു സ്വാരസ്യങ്ങളില്ലാതെ, ഭിന്നതകളില്ലാതെ തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്.